ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പാലാ രൂപത കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏകദേശം 45ഓളം വർഷമായിട്ട് പല കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ചെറിയ പള്ളിയിൽ വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 9 മണി മുതൽ ഉച്ച കഴിഞ്ഞ് 2 മണി വരെ ദൈവവചന പ്രഘോഷണവും ദിവ്യകാരുണ്യ ആരാധനയും പരിശുദ്ധ കുർബാനയും നടത്തപ്പെടുന്നുണ്ട്. രാവിലെ 9 മണിക്ക് ദൈവകരുണയുടെ ജപമാലയോടുകൂടെ ആരംഭിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ദൈവവചന പ്രഘോഷണത്തിലേക്ക് കടക്കുകയാണ്. ഈ സമയത്ത് പുരോഹിതൻ ദേവാലയത്തിൻ്റെ ഉള്ളിൽ ദൈവജനത്തിൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച് ആ നിയോഗങ്ങൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലും പരിശുദ്ധ കുർബാനയിലും സമർപ്പിക്കുന്ന ഒരു വലിയ സമയമാണ്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവവചന പ്രഘോഷണത്തിന് ശേഷം പരിശുദ്ധ കുർബാനയുടെ ആരാധന നടത്തപ്പെടും. പരിശുദ്ധ കുർബാനയുടെ ആരാധനയോടുകൂടി തന്നെ വിശുദ്ധ കുർബാന നമ്മൾ ഭക്തിപൂർവ്വം അർപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയോടെ അന്നത്തെ ശുശ്രൂഷകളെല്ലാം അവസാനിച്ച് നേർച്ചക്കഞ്ഞി എല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ ഭക്ഷിക്കും. ഇതാണ് എല്ലാ വെള്ളിയാഴ്ചയും ഈ ശുശ്രൂഷയിൽ നടത്തപ്പെടുന്നത്. നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. രൂപത മുഴുവനുമുള്ള ആളുകളിലേക്ക് ഈ വാർത്ത എത്തിച്ചേരണം. പാലാ രൂപതയ്ക്ക് വേണ്ടിയും നമ്മുടെ ഇടവകകൾക്ക് വേണ്ടിയും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും വ്യക്തികൾക്ക് വേണ്ടിയും പരസ്പരവും പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഒരു നല്ല അവസരമാണിത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലൂടെ നമുക്ക് ശക്തിപ്പെടാം. ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം. പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് ഈശോയെ നമുക്ക് വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.